നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഈ ഒരാഴ്ചയിലെ ആദ്യത്തെ ദിവസം ഇന്നലെ പൊതുവെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു രീതിയിലാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്തത്. 100 പോയിൻറ്റിന് മുകളിൽ മാർക്കറ്റിന് റാലി രേഖപ്പെടുത്താൻ പറ്റി. 22,500 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇനിയിപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് കയറുമ്പോൾ മാർക്കറ്റിന് സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ള റേഞ്ചുകളെല്ലാം തന്നെ ഇനി മുകളിലേക്ക് കയറുമ്പോൾ റെസിസ്റ്റൻസുകളായിട്ടൊക്കെ ആക്ട് ചെയ്തേക്കാം. 22,800 റേഞ്ചുകളൊക്കെയാണ് ഇനി നിഫ്റ്റിക്ക് അടുത്തതായിട്ട് മറികടക്കാനായിട്ടുള്ളത്. എനിവേ, ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് പോസിറ്റീവായിട്ട് ആണ് ട്രേഡിങ് നടത്തിയത്. പോസിറ്റീവായിട്ട് തന്നെ ക്ലോസ് നടത്തി. യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായിരുന്നു. അതുകൊണ്ട് തന്നെ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിലും പോസിറ്റീവായിട്ടുള്ളൊരു റാലി കണ്ടു. എസ്പെഷ്യലി ഡോക്ടർ റെഡ്ഡി എല്ലാം തന്നെ 4% റാലി രേഖപ്പെടുത്തി. ICICI HDFCയും ഒരു 1% മുകളിൽ പെർഫോമൻസ് നടത്തി. IT കമ്പനീസ് മാത്രമാണ് പൊതുവേ പെർഫോമൻസ് ചെയ്യാതിരുന്നിട്ടുള്ളൂ. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. അത് തന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ റിഫ്ലക്റ്റ് ചെയ്തു. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം ഒരു 100 പോയിൻറ്റിൻ്റെ അടുത്ത് ഓൾറെഡി റാലി രേഖപ്പെടുത്തിയ അവസ്ഥയിലാണ് ഉള്ളത്. അതേ പോയിൻറ്റുകൾ തന്നെ കിട്ടുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. വളരെ ചുരുക്കം സമയങ്ങളിൽ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ കാണിക്കുന്ന ആ ഒരു മൂവ്മെൻറ്റ് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവാറില്ല. അങ്ങനെയും സംഭവിക്കാം. ഇനി ബുധനാഴ്ച ദിവസം നാളെ ആണ് US നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങളെല്ലാം തന്നെ വരുന്നത്. വളരെയധികം കീനായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു ഇവൻ്റാണ് ഈ തവണത്തെ US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങൾ. അനലിസ്റ്റുകളെല്ലാം തന്നെ പൊതുവേ കരുതപ്പെടുന്നത് ഈ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള താരിഫ് ഹൈക്കുകൾ ഫിയർ കാരണം ഈ സെൻട്രൽ ബാങ്കിന് വളരെ നോർമൽ രീതിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനെന്നുള്ള സാഹചര്യങ്ങൾ ഈ തവണ ഇല്ല, അറ്റ്ലീസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ പ്രൊഡിക്ഷനെല്ലാം തന്നെ അനലിസ്റ്റുകളെല്ലാം തന്നെ പറയുന്നത്. ഈ തവണ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് US നിന്ന് ഉണ്ടാവാനുള്ള സാധ്യതകൾ ഇല്ല എന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു വിശ്വാസം മാർക്കറ്റ് വെച്ച് പുലർത്താണെങ്കിൽ ഈവൻ കട്ടില്ലെങ്കിൽ തന്നെയും പ്രശ്നങ്ങളില്ല. കാരണം എന്താണോ എക്സ്പെക്റ്റ് ചെയ്തത് അത് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി കട്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയൊരു വാർത്തയാവും, വലിയൊരു ചലനങ്ങൾ മാർക്കറ്റിൽ സൃഷ്ടിക്കും. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഫെഡ് അത് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ് എന്നുള്ളതാണ് പൊതുവേ വിലയിരുത്തപ്പെടുന്നത്. ഇനി മാർക്കറ്റിലുള്ള മറ്റുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇന്ന് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് ഏറ്റവും താഴെ കാണാം. US VIX ഇന്നലെയും 5% ക്രാഷായി 18. അപ്പോൾ 2 ദിവസം കൊണ്ട് US VIX ഏകദേശം ഒരു 25% ക്രാഷ് ഉണ്ടായിട്ടുണ്ട്. US VIX ക്രാഷ് ആകുക എന്ന് പറയുന്നത് US മാർക്കറ്റ് സ്റ്റേബിൾ ആകുന്ന അവസ്ഥയാണ്. നാസ്ഡാക്ക് കാണാൻ പോസിറ്റീവാണ്, ഡോ കാണാൻ പോസിറ്റീവാണ്, യൂറോപ്യൻ മാർക്കറ്റ് കാണാൻ പോസിറ്റീവാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ ഏറ്റവും ടോപ്പിൽ പോസിറ്റീവാണ്. ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് ഗോൾഡ് $3,000 അങ്ങനെ മറികടന്നിട്ടുണ്ട് പെർ ഔൺസിന്. ബിറ്റ് കോയിനും പോസിറ്റീവാണ്. ഇതുവരെ US ഫ്യൂച്ചർ ഇപ്പോൾ ഏറ്റവും മിഡിലായിട്ട് ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവാണ്. അല്ലാതെ മാർക്കറ്റുകളിൽ ഗ്ലോബൽ മാർക്കറ്റുകളിൽ അതീവ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സും ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് നമുക്ക് ആശ്വാസം പകരുന്ന കാര്യം തന്നെയാണ്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല. LIC അവരുടെ ചീഫ് റിസ്ക് ഓഫീസറായിട്ട് പുതിയ സത്യമാന്യു ശ്രീവാസ്തവ അദ്ദേഹത്തെ നിയമിച്ചു എന്നുള്ള ന്യൂസുണ്ട്. IRDA ബോറോയിങ് പ്രോഗ്രാമിലൂടെ കമ്പനി 5,000 രൂപ ഫണ്ട് 5,000 കോടി ഫണ്ട് റൈസ് ചെയ്യുന്നു എന്നുള്ള തീരുമാനങ്ങളുണ്ട്. സ്റ്റാർ സിമൻറ്റ് കമ്പനി ആസാം ഗവൺമെൻറ്റിൻ്റെ ആസാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സ്റ്റാർ സിമൻറ്റിന് ഒരു പുതിയ പ്രൊജക്റ്റിൻ്റെ അപ്രൂവൽ കിട്ടിയതായിട്ട് കമ്പനി അറിയിച്ചു. ശില്പ മെഡിക്കെയർ കമ്പനി, അവർക്ക് സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ട് ഇവർ പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് കമ്പനി സൈൻ ചെയ്തു എന്നുള്ള ന്യൂസാണ് ശില്പ മെഡിക്കെയർ കമ്പനിയെ സംബന്ധിച്ചുള്ളത്. NBCC കമ്പനിക്ക് 44 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസുണ്ട്. ONGC കമ്പനിക്ക് 22 കോടി രൂപയുടെ GST ഡിമാൻഡ് കിട്ടി. എന്നാൽ അതിനെതിരെ കമ്പനി അപ്പീലും പോകും എന്ന് ONGCയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ന്യൂസുണ്ട്. കോഫി ഡേ കമ്പനി 2 ബില്യൺ റുപ്പീസ് അവരുടെ ഡെപ്റ്റ് കമ്പനി റീപേയ്മെൻറ്റ് ചെയ്തു, സെറ്റിൽമെൻറ്റ് നടത്തി എന്നുള്ള ന്യൂസ് കോഫി ഡേ കമ്പനിയെ സംബന്ധിച്ചിട്ടുണ്ട്. VI ഇൻഫ്രാ പ്രൊജക്റ്റ് കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്. കമ്പനിക്ക് 26 കോടി രൂപയുടെ വാട്ടർ സപ്ലൈ ചെയ്തതിന് വേണ്ടിയുള്ള ഓർഡറുകൾ ലഭിച്ചു. ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ് കമ്പനി
പൂനെയിൽ ഇവരുടെ ആദ്യത്തെ പ്രൊജക്റ്റ് കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 2700 കോടി രൂപയുടെ പ്രൊജക്റ്റ്. സോറ്റ ഹെൽത്ത് കെയർ കമ്പനി. സോറ്റ ഹെൽത്ത് കെയർ കമ്പനി കംബോഡിയയിൽ നിന്ന് ഇവർക്ക് സോറ്റ ഹെൽത്ത് കെയറിൻ്റെ ഒരു മെഡിസിന് അംഗീകാരം ലഭിച്ചു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഐക്കോൺ ഇൻ്റർനാഷണൽ കമ്പനി, ചില ആളുകൾ ഇർക്കോൺ എന്ന് പറയാറുണ്ട്. അപ്പോൾ എനിവേ ഐക്കോൺ ഇൻ്റർനാഷണൽ കമ്പനി അവർ മേഘാലയയുടെ ഭാഗത്തു നിന്ന് 1096 കോടി രൂപയുടെ ഓർഡറുകൾ കമ്പനിക്ക് ലഭിച്ചതായിട്ട് കമ്പനി അറിയിച്ചു. JK പേപ്പർ കമ്പനി, കമ്പനിയുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയിൽ തൊഴിലാളികളുടെ സ്ട്രൈക്ക് ഉണ്ട് എന്നുള്ള ന്യൂസാണ് JK പേപ്പറിനെ സംബന്ധിച്ച് ഉള്ളത്. ബജാജ് ഫിൻസർവ് കമ്പനി അലയൻസിൻ്റെ 26% സ്റ്റേക്ക് ബജാജ് ഫിൻസർവ് അക്യൂർ ചെയ്യുകയാണ്. 24,180 കോടി രൂപക്കാണ് ഈ ഒരു അക്യൂസിഷൻ നടത്തുന്നത്. അത് കൊണ്ട് തന്നെയാണ് ഇന്നലെ ഫിനാൻഷ്യൽ സെക്ടറിലെല്ലാം തന്നെ ഉയർച്ച കൈവരിക്കാൻ പറ്റിയത്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം വീണ്ടും നേരുന്നു. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസ് എത്താം. താങ്ക് യു.